ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനോഹരമായിട്ട് പ്രണയിക്കാത്ത മനുഷ്യർ വളരെ ചുരുക്കമാണ്. ചെറുതോ വലുതോ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ നമ്മൾ എല്ലാവരും കടന്നു പോയിട്ടുണ്ടാവും. ആ റിലേഷൻഷിപ്പ് വഴി നമുക്ക് ലഭിച്ച പാഠങ്ങൾ ഭയങ്കര വലുതായിരിക്കും. ചില ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ ഇടതുവശത്തോ വലതുവശത്തോ നിങ്ങൾ പ്രണയിച്ച ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കാം. എന്നാൽ മിക്കുള്ളവരുടെ കാര്യത്തിലും അത് അത്ര എളുപ്പമല്ല. ഈ അടുത്ത സമയത്ത് ഏറ്റവും അടുത്ത നമ്മുടെ കുറച്ച് കൂട്ടുകാർക്കിടയിൽ വന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു വ്യക്തിയും റിലേഷൻഷിപ്പിലാകുന്നത് സ്വിച്ചിട്ട പോലൊന്നും അല്ലല്ലോ. സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു വൈബ് ഫീൽ ചെയ്യുന്നതും നമുക്ക് ഇഷ്ടമാണെന്ന രീതിയിലേക്ക് എത്തുന്നത്. എന്നാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാള് അറിയാനുള്ളൊരു വ്യഗ്രതയാണ്, ഒരു ചേസിങ് ഫീൽ. അപ്പോൾ ആ വ്യക്തി എന്താണ്, എങ്ങനെയാണ്, ഇഷ്ടങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ ഒന്ന് റൂട്ട് മാറിയൊക്കെ ഒന്ന് സഞ്ചരിച്ച് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ചില ചാറ്റുകൾ. ഇത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇതിലൊരു പെൺകുട്ടി ആൺകുട്ടിക്ക് അയച്ചതാണെങ്കിലും ആൺകുട്ടി പെൺകുട്ടിക്ക് അയച്ച മെസ്സേജുകളാണെങ്കിലും മെസ്സേജ് അയക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ബോധത്തോടെ തന്നെയായിരിക്കും അവർ പല കാര്യങ്ങളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് സംസാരിക്കുന്നത്. ഈ മെസ്സേജ് വായിക്കുന്ന ആൾക്ക് ടോട്ടൽ ഒരു കൺഫ്യൂഷനാണ്. ഇവൻ എന്നോട് ഇഷ്ടമാണോ അല്ലെങ്കിൽ ഇവൾക്ക് എന്നോട് ഇഷ്ടമാണോ? അത് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ കൂടെയുള്ളവരും ഇനി പൂച്ചയ്ക്കും പുൽച്ചെടിക്കും ഒക്കെ തന്നെ അറിയാം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമുക്ക് മെസ്സേജ് അയച്ച വ്യക്തിക്ക് നമ്മളോട് പ്രണയമാണെന്ന്, അല്ലെങ്കിൽ ആ ആളുടെ ജീവിതത്തിലേക്ക് നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്യുകയാണെന്ന് ആ ചാറ്റ് വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ആ മെസ്സേജ് അയച്ച വ്യക്തി മാത്രം അതൊരിക്കലും അംഗീകരിക്കില്ല. അതിനർത്ഥം അവർക്ക് ഈ പറയുന്നതെല്ലാം തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണ്. അവരിങ്ങനെയൊക്കെ പറയുന്നത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ആക്ച്വലി ഫ്രണ്ട് എന്താണ്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനും ഈ കാര്യത്തിലാണ്. ആക്ച്വലി അവർ എന്നെ ഫ്രണ്ടായിട്ടാണോ കാണുന്നത് അതോ ലവറായിട്ടാണോ കാണുന്നത്? ഇങ്ങനെ ഒരു ടോട്ടൽ കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ്. എന്താണ് ഈ റിലേഷൻഷിപ്പിന് പറയുന്നത്? അതായത് ഈ റിലേഷൻഷിപ്പിന്റെ ടൈറ്റിൽ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ എനിക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പും കൂടെ വേണം. ഫിസിക്കലി ഉള്ള നീഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ടാഗ് ലൈനിൽ ചില വ്യക്തികളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. പക്ഷേ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത്രയും അറ്റാച്ച്മെന്റും അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയാലും ഈ മെസ്സേജ് അയക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ കരുതുന്ന വ്യക്തി ഒരിക്കലും സമ്മതിച്ചു തരില്ല എനിക്ക് നിന്നോട് ഇഷ്ടമാണ് അല്ലെങ്കിൽ പ്രണയമാണ് എന്നുള്ള കാര്യം. കാരണം അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആയില്ലേ. ഇങ്ങനെയുള്ളവർക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രം മതി, അവിടെ കമ്മിറ്റ്മെന്റ് വേണ്ട. കമ്മിറ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ തലയിലെങ്ങാനും ആയാലോ. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെയാണ് റീബൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് വിതൗട്ട് കമ്മിറ്റ്മെന്റ്, ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ തൊട്ടും തലോടിയും ഇതുപോലുള്ള കുറച്ച് ഫ്രസ്ട്രേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഡേയും നൈറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാം എന്നുള്ളത് മാത്രം. അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ബ്ലോക്ക് അടിച്ചോ അല്ലെങ്കിൽ പറഞ്ഞു വിട്ടോ തന്റെ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് തന്നെ പറഞ്ഞു തുടങ്ങുന്നിടത്താണ് നിങ്ങളുടെ നല്ല ലൈഫ് ആരംഭിക്കുന്നത്. അങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലുള്ള വേലയിറക്കുന്ന ആൾക്കാരൊന്നും അധികം അങ്ങോട്ട് പടർന്നു പന്തലിച്ചു പോവില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇത്തരത്തിൽ അസുഖമുള്ളവരെ ഒരു ഷെയിംലെസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇവരെ വേറൊരു വാക്കിലും നമുക്ക് ഉപമിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ അയക്കുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നിങ്ങളോട് കാണിക്കുന്ന ഈ അറ്റാച്ച്മെന്റിൽ പല പെൺകുട്ടികളും സിൻസിയർ ആണ് എന്ന് കരുതി വലയിൽ വീഴാറുണ്ട്, പല ആൺകുട്ടികളും സിൻസിയർ ആണെന്ന് കരുതി വലയിൽ വീഴാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരവധി പേർക്കായിരിക്കും അവർ അറ്റ് എ ടൈം അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയച്ചത് എന്താണെന്ന് പോലും ചിലപ്പോൾ അവർക്ക് ഓർമ്മ കാണില്ല. അത്രയ്ക്ക് അവർക്ക് അൽഷിമേഴ്സ് രോഗവും ഇതിനോടൊപ്പം ഉണ്ടാവും. ഇങ്ങനെയുള്ള മനുഷ്യർ വന്നാൽ അവർ നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കും എന്നുള്ളത് സത്യമാണ്. അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേ വേണ്ട. അവരിനി ആരെ കണ്ടെത്തിയാലും അവർക്ക് വഴി ഒന്നേ അറിയാവൂ, അത് പാതി വഴിയും പെരുവഴിയുമാണ്. നമ്മൾ പാതി വഴിയിൽ പോയി പെരുവഴിയിൽ ചെന്ന് ചാടണോ? വേണ്ട. നമുക്ക് സ്ഥിരതയുള്ള നേരായ വഴി മതി, അതിലൂടെ മാത്രം പോയാൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ഷെയിംലെസ് ഷിപ്പായിട്ട് വരുന്ന അല്ലെങ്കിൽ റീബൗണ്ട് റിലേഷൻഷിപ്പ് എന്ന പേരിൽ വന്ന് ഇത്തരത്തിൽ കമ്മിറ്റ്മെന്റ് ഇല്ല, എനിക്ക് കമ്മിറ്റ്മെന്റിനോടൊന്നും ഒരു താല്പര്യമില്ല, ഓൺലി എനിക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പും അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ബ്ലാ സംസാരം മാത്രമാണ് ഇഷ്ടം, എൻജോയ്മെന്റ് മാത്രമാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ തൊടാനുള്ളതിന് ഇങ്ങനെ വന്ന് തൊടാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ബ്ലോക്ക് അടിച്ചു വിട്ടോ. സമാധാനമാണ് നമുക്ക് ആവശ്യം. ഈ സമാധാനമായിട്ട് പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ആൾക്കാർ കാരണം നമുക്ക് നഷ്ടമാക്കണോ? അതിന്റെ ആവശ്യമില്ല. എന്തിനാണ്? അപ്പോൾ സന്തോഷത്തോടെ നല്ല റിലേഷൻഷിപ്പുകൾ മാത്രം നമ്മൾ സ്വീകരിക്കും. അതിന് മനുഷ്യരെ ഒബ്സർവ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇങ്ങനെ പാതി വഴി മാത്രം അറിയാനുള്ള മനുഷ്യരോടുകൂടി നമ്മൾ സഞ്ചരിക്കാണ്ടിരിക്കുക. ദീർഘദൂരം നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന, നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാത്ത നല്ല ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തിച്ചേരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.